നാഥാപതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ, മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണതുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടകയില്ലെൻ മൂലം, ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കച്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത്, സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു, രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണമന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട, ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീ സുരോത്തമന്മാരെ വരുത്തുകന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർദ്ധമവധിയില്ലാതോളമാതരാൽ സദൃത്വരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു, പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്വിജന്മാരും. പെയ്തു പെയ്തീടും നിതശ്രുജലങ്ങളും ജാനകീദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ.
ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു, സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്ത. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമന നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തീടവിയ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നുട ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്ന് രാമാന്തികേ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകന വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദഭിരാമനാത്മാരാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിന. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്നിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡകതിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം നനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും. ഇന്നിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും. കേകയപുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്ന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വമദേവൻ പുരവാസികൾ നമ്മോടു സാമോദമേവമരുൾ ചെയ്തിതന്നേരം. രാമസീതാതത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണ. ലക്ഷ്മണനായ ധനന്ദൻ
ജനകജാലക്ഷ്മീ ഭഗവതി ലോകമായാപുരാ. ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മീ ഭഗവതി ലോകമായാ പരാ. മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാദോനിധി മദനെ പണ്ട് മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്ന് കൃഷ്ടിയായി തേറ്റമേൽ ശോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കരണപൂരുഷനാകുമീ രാഘവൻ. നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുട പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തരായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം നിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവീ ജനകജാ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും.
എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല, കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മുതാൽ എഴുന്നള്ളി.